ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങിയാലോ, വിത്ത് ദ ടൈംസ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം നോക്കാനൊക്കെ അറിയോ? സമയം നോക്കാറുണ്ടോ? സ്കൂളിലൊക്കെ മാഷൊക്കെ കെട്ടിക്കൊണ്ടുപോയി സമയമൊക്കെ പറയാറുണ്ടോ ടീച്ചേഴ്സിനോടൊക്കെ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ സമയം നോക്കണത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് പഠിക്കുന്ന ഭാഗം നിങ്ങൾ അത്രയും പഠിക്കുക, എന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്റ്റഡി ട്രിപ്പ്. അതായത് ഈ പടം നോക്കിക്കേ, ഒരു സ്കൂളിൽ നിന്ന് ഒരു ബസ് പോവാല്ലേ, ഒരു സാറുണ്ട് അല്ലേ, കുറേ പിള്ളേരുണ്ട്, കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, the class returned after a one-day study trip. They started at 6 in the morning. It was 9 at night when they came back. See how they spent their time. അതായത് എന്താണ്, ഈ പിള്ളേരൊക്കെ എങ്ങോട്ട് പോവാണ്? 1 day study trip, അതായത് ഒരു ദിവസത്തെ ടൂറിന് പോവുക. They started at 6. രാവിലെ 6 മണിക്ക് എന്ത് ചെയ്തു? യാത്ര തുടങ്ങി. തിരിച്ചെപ്പോഴാണ് അവരെത്തിയേ? ഇറ്റ് വാസ് 9 at night when they came back. അപ്പോൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കിക്കേ, ടൈം ദേ സ്റ്റാർട്ട്. എപ്പോഴായിരുന്നു അവർ തുടങ്ങിയേ? 6 മണിക്കില്ലേ. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ എന്താ, ഈ ചെറിയ സൂചി എവിടെ വന്നം? 6ൻ്റെ നേരെ വന്നം അല്ലേ. ഈ 6ൻ്റെ നേരെ ചെറിയ സൂചി വന്നം. വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 12. ഈ 12ൻ്റെ നേരെ വലിയ സൂചി വന്നം. അപ്പോൾ ഈ സമയം ഒന്ന് പറഞ്ഞ് എല്ലാവരും, 6 മണി, 6 o'clock. അപ്പോൾ ഇങ്ങനെ എഴുതണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അവരെപ്പോഴാണ് കഴിച്ചേ? 8 മണിക്ക് അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ 8 മണി നിങ്ങൾ എങ്ങനെ ഇതിൽ വരയ്ക്കുന്നേ? ചെറിയ സൂചി എവിടെ വന്നം? ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? എസ്, 8 വേണം ചെറിയ സൂചി വരാനായിട്ട്. വലിയ സൂചിയോ? വലിയ സൂചി എവിടെയാണ് വരണ്ടേ? നമ്മുടെ 12 മണിക്ക് നേരെ വരണം. ഓക്കെ, ഇത് ചെറിയ സൂചി, ഇത് വലിയ സൂചി. ഇനി അടുത്തത്, അവർ സൂ വിസിറ്റ് ചെയ്തത് 8:30-ക്കാണ്. അപ്പോൾ ചെറിയ സൂചി എവിടെ വരണം? നമ്മുടെ 8ന് നേരെ വരണം. ഓക്കെ, വലിയ സൂചിയോ? ഇത് നോക്കിക്കേ, ഇവിടെ 12, ഇത് 5, 10, 15, 20, 25, 30. 8:30 അപ്പോൾ വലിയ സൂചി എവിടെ വരണം? 6ൻ്റെ നേരെ വരണം. മനസ്സിലായോ? ഇനി ലഞ്ച് ഇവരെപ്പോഴാണ് കഴിച്ചേ? 1:30-ക്ക്. അപ്പോൾ ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? 1ൻ്റെ നേരെ. ഓക്കെ, വലിയ സൂചിയോ? 30. 30 എന്ന് പറയുന്നത് 5, 10, 15, 20, 25, 30. അപ്പോൾ വലിയ സൂചി നേരെ 6ലേക്ക്. ഓക്കെ, ഇനി അവർ പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്തു. എപ്പോഴാണ് വിസിറ്റ് ചെയ്തതെന്ന് നോക്കിക്കേ, നിങ്ങൾ സമയം നോക്കി പറഞ്ഞേ. അതെ, 2 മണി. 2 മണിക്ക് അവരെന്ത് ചെയ്തു? പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഈ പ്ലാനറ്റ്സ് ഒക്കെ ഇല്ലേ, അതായത് നമ്മുടെ സ്റ്റാർ, മൂൺ, ജൂപ്പിറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു എന്താണ്, ഷോയാണ് ഈ പ്ലാനറ്റേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ ചോദ്യം ചോദിക്കുകയാണേ, ഈ ക്ലോക്ക് എല്ലാവരും ശ്രദ്ധിച്ചോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഹൗ മെനി ഹാൻഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇതിന് എത്ര ഹാൻഡ്സ് ഉണ്ട്? ഇതൊരു ഹാൻഡാണ്, ഇതടുത്ത ഹാൻഡാണ്, ഇതടുത്ത ഹാൻഡാണ്. അപ്പോൾ എത്ര ഹാൻഡ് ഉണ്ട്? 3 ഹാൻഡ് ഉണ്ട്. ഓക്കെ, വാട്ട് ഡസ് ഈച്ച് ഹാൻഡ് റിപ്രസെൻറ്റ്? ഈ ഓരോ ഹാൻഡിനെയും നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ്. ഇതിനെ പറയുന്ന പേരാണ് മിനിറ്റ് ഹാൻഡ്. വലിയ സൂചിനെ മിനിറ്റ് ഹാൻഡ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് എന്ത്? അവർ ഹാൻഡ്. ഓക്കെ, അപ്പോൾ
സെക്കൻഡ് ഹാൻഡ് അതായത് ഇതെന്താണ്, ഓരോ സെക്കൻഡ്സ് കഴിയുന്തോറും ഈ സൂചി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ഇതോ ഓരോ മിനിറ്റ് കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുക. ഇത് മിനിറ്റ് ഹാൻഡ്. ഇതോ ഓരോ അവർ കഴിയുമ്പോഴാണ് മാറുന്നത്. അപ്പോൾ അവർ ഹാൻഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, വിച്ച് ഹാൻഡ് ടേൺസ് ദ ഫാസ്റ്റസ്റ്റ്? ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഹാൻഡ് ഏതാ? യെസ്, വെരി ഗുഡ്, സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സൂചി. ഓക്കെ, ഇനി അടുത്തത്, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? അതായത് ഈ സെക്കൻഡ് സൂചിയില്ലേ, അതായത് സെക്കൻഡ് സൂചി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ കറങ്ങി 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 തിരിച്ച് ഇവിടെ വരെ എത്തുമ്പോൾ എത്ര സമയം എടുക്കും? യെസ്, 60 സെക്കൻഡ്സ് എടുക്കും. 60 സെക്കൻഡ്. ഇനി ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? അതായത് മിനിറ്റ് ഹാൻഡ് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും എത്ര സമയം എടുത്ത് കാണും? 1 മിനിറ്റിലാണ് ഈ സെക്കൻഡ് സൂചി ഇതിലേക്ക് മാറുന്നത്. അടുത്ത മിനിറ്റിൽ ഇങ്ങടേക്ക് മാറും, അടുത്ത മിനിറ്റിൽ ഇങ്ങടേക്ക് മാറും, അടുത്ത മിനിറ്റിൽ ഇങ്ങോട്ട് മാറും, അടുത്ത മിനിറ്റിൽ 1 നേരെ വരും. അങ്ങനെ എത്തി 12 എത്തുമ്പോഴേക്കും 60 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, 60 മിനിറ്റ്. ഓക്കെ, ഇനി വാട്ട് എബൌട്ട് ദ ഹവർ ഹാൻഡ്? അതായത് ഇപ്പോൾ സമയം 3 മണി. ഈ അവർ ഹാൻഡ് കറങ്ങി 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 തിരിച്ച് 3 മണി എത്താനായിട്ട് എത്ര നേരം എടുക്കും? കുറേ പേര് 24 മണിക്കൂർ പറയുന്നുണ്ടല്ലോ. 24 മണിക്കൂർ വരുമോ? അതായത് ഇന്ന് 3 മണി, നാളെ ഈ സമയം 3 മണി വരെ 24 മണിക്കൂർ. പക്ഷേ ഇന്ന് വെളുപ്പിനൊരു 3 മണി വരുന്നില്ലേ? അപ്പോൾ എന്താണ് കറക്റ്റ് പകുതി, അതായത് 12 മണിക്കൂർ, 12 ഹവർ. അപ്പോൾ ക്ലോക്ക് ഹാൻഡ്സ് ടൈം ഫോർ എ റൊട്ടേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് ടേബിളായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് ഹാൻഡ് ടേക്സ് 1 minute ഫോർ എ റൊട്ടേഷൻ. മിനിറ്റ് ഹാൻഡ് ടേക്സ് 1 hour ഫോർ എ റൊട്ടേഷൻ. അവർ ഹാൻഡ് ടേക്സ് 12 hours ഫോർ എ റൊട്ടേഷൻ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how much time does the hour hand take to start from 12 and return to 12? അതായത് 12-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 12-ലേക്ക് വരാൻ എത്ര സമയം എടുക്കും? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, 3-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 3-ലേക്ക് വരാൻ എത്ര സമയം എടുക്കും? 12 hours. ഓക്കെ, ഇനി ബൈ ദിസ് ടൈം ഹൗ മെനി റൊട്ടേഷൻസ് വുഡ് ഹാവ് ദ മിനിറ്റ് ഹാൻഡ് മെയ്ഡ്? അതായത് 12-ൽ നിന്ന് തിരിച്ച് 12-ലേക്ക് വന്നപ്പോഴേക്കും മിനിറ്റ് ഹാൻഡ് എത്ര റൊട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും? അതായത് 1 മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് എന്താണ്, എത്ര റൊട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും? 1 അവറിൽ. അതായത് ഇപ്പോൾ മിനിറ്റ് ഹാൻഡ് 12-ലാണ് നിൽക്കണമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കറങ്ങി 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 തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 1 മണിക്കൂറാവും. ഓക്കെ, വീണ്ടും ഇത് കറങ്ങി 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 ഇവിടെ വരുമ്പോഴേക്കും 2 മണിക്കൂറാവും. വീണ്ടും ഇത് കറങ്ങി 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 3 മണിക്കൂറാവും. 3 മണിക്കൂറാകുമ്പോഴേക്കും 3 റൊട്ടേഷൻ കംപ്ലീറ്റ് ആകും. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറാകുമ്പോഴേക്കോ 12 റൊട്ടേഷൻ കറങ്ങി കാണൂലേ? അപ്പോൾ 12. ഇനി വാട്ട് എബൌട്ട് ദ സെക്കൻഡ് ഹാൻഡ്? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡോ 12 മണിക്കൂറിൽ എന്തോരം കറങ്ങിയിട്ടുണ്ടാവും? യെസ്, 12 × 60. ഓക്കെ ആണോ? അതായത് 60 സെക്കൻഡ്സ് കൂടുന്നതല്ലേ 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 12 × 60 സെക്കൻഡ് ഹാൻഡ്. ഹൗ മെനി റൊട്ടേഷൻസ് ഡസ് ദ അവർ ഹാൻഡ് കംപ്ലീറ്റ് ഇൻ എ ഡേ? അതായത് ഒരു ഡേയിൽ എത്ര അവർ ഉണ്ട്? 24 അവർ ഉണ്ട്. 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്.
ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇവിടെ നോക്കിക്കേ, ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ എ ഡേ? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 മിനിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 24 ഇൻറ്റു 60. ഇനി ഹൗ മെനി സെക്കൻഡ്സ്, അതായത് 24 മണിക്കൂറിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 24 മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ഓരോ മിനിറ്റിൽ എന്തോരം ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 60 മിനിറ്റിൽ 60 സെക്കൻഡ്സ്. ഓക്കെ, അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സ് ആണെങ്കിൽ 60 മിനിറ്റിലോ 60 സെക്കൻഡ്സ്. അപ്പോൾ 24 മണിക്കൂറിലോ 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്ര എല്ലാവരും പഠിക്കുക. നിങ്ങൾ സമയം വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങളൊക്കെ ഒരു ചെറിയൊരു ക്ലോക്കൊക്കെ ഉണ്ടാക്കി ആ ക്ലോക്ക് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫ്രാക്ഷൻസ് ഓഫ് ടൈം നോക്കാം. സമയം നോക്കാൻ പഠിച്ചാലോ? ഓക്കെ, അപ്പോൾ ഈ പടം നോക്കിക്കേ. ഇവിടെ സമയം എത്രയായി? എല്ലാവരും ഒന്ന് പറഞ്ഞേ. 1:30. ഓക്കെ, 1:30 ആയല്ലേ? ഓക്കെ, അതായത് ഈ ചെറിയ സൂചി 2ലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല, 1നും 2നും ഇടയിലാണ് നിൽക്കുന്നത്. 2ലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്താ പറയണ്ടേ? 1. ഇവിടെ 6 എന്ന് പറയുന്നത് എന്താണ്? ഇത് 5, 10, 15, 20, 25, 30. അതായത് 1:30 ആണ് സമയം. ഓക്കെ ആണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ, സമയം എത്രയായി? ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നേ? 5-ലല്ലേ? അപ്പോൾ 5. വലിയ സൂചി എവിടെയാണ്? 3-ൽ. അപ്പോൾ എന്താ പറയുക? 5, 5, 10, 15. അതായത് 5, 15. ഇനി ഇതെല്ലാവരും ഒന്ന് പറഞ്ഞ്, ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത്? 4-ലാണോ? 4-ലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ എസ് 3. വലിയ സൂചിയോ? 9-ൽ. 9 എന്ന് പറയുമ്പോൾ 5, 10, 15, 20, 25, 30, 35, 40, 45. 3:45 ആണ് എന്ത്? സമയം. എല്ലാവരും ഓക്കെ ആണോ? ഇനി നമ്മുടെ 1:30ക്ക് ഒരു നമ്മളെങ്ങനെയാണ് പറയുന്നതെന്നറിയോ? 1:30ക്ക് നമ്മൾ 1/2 എന്ന് പറയും. ഓക്കെ, അതായത് ഹാഫ് പാസ്റ്റ്. ഓക്കെ, ഈ അരയ്ക്ക് നമ്മൾ പറയുന്നത് എന്താണ്? ഹാഫ് പാസ്റ്റ്. 1 അപ്പോൾ 1/2. ഇനിയിപ്പോൾ ഈ 1ന് പകരം ഇവിടെ 3-ലാണ് നിൽക്കുന്നതെങ്കിലോ നിങ്ങൾ എന്ത് പറയും? 3-ലാണ് നിൽക്കുന്നതെങ്കിലോ 1/2 ഓക്കെ, ഇനിയിപ്പോൾ ചെറിയ സൂചി 12-ലാണ് നിൽക്കുന്നതെങ്കിലോ 1/2 ഇനി 9-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും? 1/2 ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. എല്ലാവരും പറയണേ. ഈ ചെറിയ സൂചി ഇവിടെ നിൽക്കുവാണേ 4-നും 5-നും ഇടയിൽ എന്ത് പറയും? എസ് 1/2 ഓക്കെ, അപ്പോൾ ഈ വലിയ സൂചി എന്താണ്? 6-ൻ്റെ നേരെയാണെങ്കിൽ എന്ത് പറയണം? 1/2. ഓക്കെ ആണോ? ഇനി നമ്മുടെ വലിയ സൂചി 3-ക്ക് നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 1/4. ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത്? 5-ൽ. 1/4. ഇനി ചെറിയ സൂചി 9-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറയും? 1/4. ഓക്കെ ആണോ? ഇനി ചെറിയ സൂചി ഇപ്പോൾ 11-ലാണ് നിൽക്കുന്നത് എങ്കിൽ എന്ത് പറയും? 1/4. ഓക്കെ, അപ്പോൾ വലിയ സൂചി 3-ലാണെങ്കിൽ
ക്വാർട്ടർ പാസ്റ്റ്. എല്ലാവരും പറഞ്ഞേ, വലിയ സൂചി 3-ലാണെങ്കിൽ എങ്ങനെയാണ് സമയം പറയണ്ടേ? ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയണം. ഇനി വലിയ സൂചി 6-ലാണെങ്കിലോ ഹാഫ് പാസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. നമ്മുടെ വലിയ സൂചി 9th നേരെയാണെങ്കിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്നോ? അതായത് 3 ക്വാർട്ടേഴ്സ് പാസ്റ്റ് 3. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, 3 ക്വാർട്ടേഴ്സ് പാസ്റ്റ് 3. അല്ലെങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെ പറയാമെന്നോ? ഓർ ക്വാർട്ടർ പാസ്റ്റ് ഓർ എ ക്വാർട്ടർ ടു. എങ്ങടേക്ക് സമയം ഇനി പോകാൻ പോകുന്നേ? 4 മണിക്കല്ലേ? അപ്പോൾ ക്വാർട്ടർ ടു 4. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് 2 രീതിയിൽ പറയാനായിട്ട് പറ്റും. ഒന്ന് എങ്ങനെയാണ് പറയുന്നത്? വലിയ സൂചി 9th നേരെയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? 3 ക്വാർട്ടർ പാസ്റ്റ് 4. അല്ലെങ്കിൽ ഈ 3 ഇല്ലാണ്ട് പറയുവാണെങ്കിൽ ക്വാർട്ടർ 2. എങ്ങടേക്കാണ് സമയം ഇനി പോകുന്നത്? 4 മണിയിലേക്കല്ലേ പോകുന്നത്? അപ്പോൾ ക്വാർട്ടർ ടു 4. എല്ലാവരും പഠിച്ചോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹാഫ് പാസ്റ്റ്, ക്വാർട്ടർ പാസ്റ്റ്, 3 ക്വാർട്ടർ പാസ്റ്റ്, ക്വാർട്ടർ 2. അത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ നിങ്ങളോട് ഈ പറയുന്ന ഹാഫ് പാസ്റ്റ് 5 അത് വരയ്ക്കാനായിട്ട് പറയാം. ഓക്കെ. അല്ലെങ്കിൽ 3 ക്വാർട്ടേഴ്സ് പാസ്റ്റ് 5 വരയ്ക്കാനൊക്കെ ആയിട്ട് പറയാം. അല്ലെങ്കിൽ പേര് എഴുതാനായിട്ടും വരാം. അപ്പോൾ പഠിച്ചു വെക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. നമ്മളോട് പറഞ്ഞേക്കുവാണേ, അതായത് ഡ്രോ ക്ലോക്ക്സ് ഷോയിങ് ദ ടൈംസ് ബിലോ. ഇവിടെ നോക്കിക്കേ, ക്വാർട്ടർ പാസ്റ്റ് 2. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലോക്ക് വരച്ചിട്ട് ക്വാർട്ടർ പാസ്റ്റ് 2 അടയാളപ്പെടുത്താനാണ് പറഞ്ഞേക്കുന്നത്. ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ക്വാർട്ടർ പാസ്റ്റ് എന്താണ്? വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 3യുടെ നേരെ. ഓക്കെ. ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയുമ്പോൾ 3യുടെ നേരെ. 2 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? 2ൻ്റെ നേരെ. ഓക്കെ. അതായത് 2:15. ഓക്കെ ആണോ? The minute hand is on 3 and the hour hand a little after 2. ഓക്കെ ആണോ? അപ്പോൾ ക്ലോക്ക് വരയ്ക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോ. ക്ലോക്ക് വരയ്ക്കാനായിട്ട് 12 മണി, 3 മണി, 6 മണി, 9 മണി. 1, 2, 4, 5, 7, 8, 10, 11. അപ്പോൾ ചെറിയ സൂചി എവിടെയാണ്? 2-ലോ അല്ലെങ്കിൽ 2 കഴിഞ്ഞിട്ടോ വരയ്ക്കാവേ ചെറിയ സൂചി. ഇത് വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 3ൻ്റെ നേരെ വരയ്ക്കാം. ഓക്കെ. ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ക്വാർട്ടർ ടു 10 എന്തായിരിക്കും? ക്വാർട്ടർ ടു എന്താണ്? എസ്. അതായത് വലിയ സൂചി എവിടെ വരണം? വലിയ സൂചി നമ്മുടെ 9ൻ്റെ നേരെ വരണം. അപ്പോഴല്ലേ പറയുന്നത് എ ക്വാർട്ടർ ടു 4. അപ്പോൾ ചെറിയ സൂചി എവിടെ വരണം? ചെറിയ സൂചി 9ൻ്റെ നേരെ. ഓക്കെ ആണോ? ഇനി ഹാഫ് പാസ്റ്റ് 11. ഹാഫ് പാസ്റ്റ്. അപ്പോൾ വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 6ൻ്റെ നേരെ. ചെറിയ സൂചിയോ 11ൻ്റെ നേരെ. അപ്പോൾ സമയം എന്തായി? 11:30. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. ഇതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് 120 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറാണെന്നാണ് തന്നേക്കുന്നത്. നമുക്കറിയാം 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റ്സ് ആണ്? 60 മിനിറ്റ്സ് ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 2 അവർ എന്ന് പറയുന്നത് എന്താണ്? 60 + 60 = 120 മിനിറ്റ്സ്. ഓക്കെ. അങ്ങനെയാണെങ്കിലേ 150 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര ഹവറാണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓക്കെ, 150 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ 150യിൽ നിന്ന് ജസ്റ്റ് 120 കുറയ്ക്കുക. ഓക്കെ, 120 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 0, 3, 0. ഓക്കെ, അതായത് 120 എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂറാണ്. ബാലൻസ് എന്തോരം ഉണ്ട്? 30 മിനിറ്റ്സും കൂടി ഉണ്ട്. അതായത് 2 hours 30 മിനിറ്റ്സ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 210 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 210ൽ നിന്ന് 120 കുറയ്ക്കുക. അപ്പോൾ 0, 11ൽ നിന്ന് 2 പോയാൽ എത്ര കിട്ടുക? 11ൽ നിന്ന് 2 പോകുമ്പോൾ 9, 90. ഓക്കെ, അപ്പോൾ ഇവിടെ 120 എന്ന് പറയുന്നത് എന്താണ്? 2 മണിക്കൂറാണ്. പിന്നെ 90 മിനിറ്റ്സ്. ആ 90 മിനിറ്റ്സിലൊരു 60 മിനിറ്റ്സ് എന്താണ്? 1 മണിക്കൂറല്ലേ? അപ്പോൾ അവനെയും കൂടി കൂട്ടുക, 1 hour. ബാലൻസ് എന്തോരം ഉണ്ട്? 30 കൂടി ഉണ്ടല്ലേ? അപ്പോൾ 3 hour 30 മിനിറ്റ്സ്. അതായത് എത്ര മണിക്കൂറുണ്ട്? 3.5 മണിക്കൂറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ്സ് ആണ്? 60 സെക്കൻഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 3 മിനിറ്റ് എന്ന് പറയുന്നത് എന്തോരമാണ്? 60 × 3. ഓക്കെ, അതായത് എന്താണ്? 60 × 3. 3 × 0, 0. 3 × 6, 18. 180 സെക്കൻഡ്സ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന 1/4 hours 45 മിനിറ്റ്സ് എന്ന് പറയുന്നത് എത്ര അവർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. 1/4 hours എന്ന് പറയുന്നത് എത്ര മിനിറ്റാണ്? 1/4 മണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റാണ്. 15 മിനിറ്റ് പ്ലസ് 45 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 പ്ലസ് 45 എത്രയാണ്? 60 മിനിറ്റ്സ്. അതായത് 1 മണിക്കൂർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 5 hours 59 minutes and 69 seconds എത്ര മണിക്കൂറാണ്? 69 സെക്കൻഡ്സ് എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? 1 മിനിറ്റ്. 59 മിനിറ്റ്സും 1 മിനിറ്റും കൂടി കൂടിയ 60 മിനിറ്റ് ആവും. ഓക്കെ, 60 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 hour അല്ലേ? അപ്പോൾ 5 hour പ്ലസ് 1 hour എത്രയാണ്? 6 മണിക്കൂറാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം കേട്ടോ. നിങ്ങളുടെ പേജ് നമ്പർ 73ൽ 3rd ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 10 in the morning and continues to 4 in the afternoon. അപ്പോൾ മോർണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? AM ആണോ PM ആണോ? AM. ഇനി ഈവനിങ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ AM ആണോ PM ആണോ? PM. ഓക്കെ, there are intervals from 11:30 to 11:20 to 11:30 വരെയാണ് ഇൻ്റർവെൽ ഇൻ ദ മോർണിംഗ്. ഓക്കെ, പിന്നെ 12:50 to 1:45 ഇൻ ദ ആഫ്റ്റർനൂൺ വേറൊരു ബ്രേക്ക് വരുന്നത്. പിന്നെ 3:10 to 3:20 ഇൻ ദ ഈവനിങ്ങിലും ഒരു ബ്രേക്ക് വരുന്നുണ്ട്. ഹൗ മച്ച് ടൈം ഡു സ്റ്റുഡൻറ്റ്സ് ഗെറ്റ് ഫോർ ദയർ സ്റ്റഡീസ്? അപ്പോൾ 10 AM മുതൽ 4 PM വരെയാണല്ലേ ക്ലാസ്. അപ്പോൾ 10 മണി മുതൽ 4 മണി വരെ എത്ര മണിക്കൂറുണ്ട്? 10 മണി മുതൽ 4 മണി വരെ 6 മണിക്കൂറാണ് ഉള്ളത്. എന്ത് ചെയ്താൽ മതി? 10ൽ നിന്ന് 4 കുറച്ചാൽ മതി. ഓക്കെ, 10ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 6 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ ആണോ? ഇനി ഈ 6 മണിക്കൂറിൽ നിന്ന് എത്ര നേരം കുട്ടി പഠിക്കാനിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് കൂട്ടാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല. ബ്രേക്ക് എന്ന് പറയുന്നത് കളിക്കുന്ന ടൈമല്ലേ. അപ്പോൾ 11:20 to 11:30 വരെ എത്ര സമയമുള്ളത്? 10 മിനിറ്റ്. ഇനി 12:50 മുതൽ 1:45 വരെ എത്ര മിനിറ്റ് ഉണ്ട്?
55 മിനിറ്റ്സ്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ക്ലോക്ക് വരച്ചിട്ട് നോക്കണം. ഓക്കെ, ഇനി 3:10 മുതൽ 3:20 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ്. അപ്പോൾ എല്ലാം കൂടി ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ? 10 + 55 + 10 എന്ന് പറയുന്നത് എന്താണ്? 75 മിനിറ്റ്സ്. അപ്പോൾ ഈ 75 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? 75ൽ നിന്ന് 60 കുറച്ച് നോക്കിക്കേ. അപ്പോൾ 5 1. അപ്പോൾ 60 മിനിറ്റ്സ് ഉണ്ട് പ്ലസ് 15 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? 1 അവറും 15 മിനിറ്റ്സും. അപ്പോൾ ടോട്ടൽ സ്റ്റഡി ടൈം കാണാനായിട്ട് 6 അവറിൽ നിന്ന് 1 അവർ 15 മിനിറ്റ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ 6 അവറിൽ നിന്ന് 1 അവർ പോകുമ്പോൾ എത്രയാ? 5 അവർ. ഇനി ആ 5 അവറിൽ നിന്ന് 15 മിനിറ്റ് പോകുമ്പോൾ എത്ര ബാക്കി വരിക? 4 മണിക്കൂറും 45 മിനിറ്റ്സ്. അപ്പോൾ അത്രയും സമയം എന്താണ് പഠിക്കാനായിട്ട് ഇരിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, AM-ൻ്റെ ഫുൾ ഫോം അറിയോ? യെസ്, AM-ൻ്റെ ഫുൾ ഫോം ആൻറ്റി മെറീഡിയൻ. PM-ൻ്റെയോ? പോസ്റ്റ് മെറീഡിയൻ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 8 AM എന്ന് വെച്ചാൽ എന്താ? 8 AM എന്ന് വെച്ചാൽ 8 in the morning. അങ്ങനെയാണെങ്കിൽ 3 PM എന്ന് വെച്ചാൽ എന്താ? 3 in the afternoon. 10 AM എന്ന് വെച്ചാലോ? 10 in the morning. 5 PM എന്ന് വെച്ചാൽ 5 in the evening. വെരി ഗുഡ്. ഇനി 12 midnight മുതൽ 12 noon വരെ AM ആണോ PM ആണോ? രാത്രി 12 മണി മുതൽ ഉച്ച 12 മണി വരെ എന്താണ്? AM. ഓക്കെ, ഉച്ച 12 മണി മുതൽ രാത്രി 12 മണി വരെ എന്തായിരിക്കും? PM. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ പറയണം കേട്ടോ. 7 in the morning അപ്പോൾ എന്താണ്? 7 AM. 7 in the evening അപ്പോൾ എന്താ? 7 PM. ഓക്കെ, 9 in the night എന്ന് പറയുമ്പോൾ എന്താ വരിക? 9 PM. ഓക്കെ, 5 in the evening എന്ന് പറയുമ്പോൾ 5 PM. 11:30 in the morning എന്ന് പറയുമ്പോഴോ? 11:30 AM. ഇനി 6 PM എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? 6 in the evening. 4 AM എന്ന് നമ്മൾ എങ്ങനെ എഴുതണ്ടേ? 4 in the morning. AM അല്ലേ? അപ്പോൾ 4 in the morning. 11:30 PM എന്ന് എങ്ങനെ എഴുതണ്ടേ? 11:30 in the night. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടേബിൾ തന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാവേ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. എ പേഴ്സൺ സ്റ്റാർട്ടഡ് ഫ്രം തിരുവനന്തപുരം അറ്റ് 8 AM. 8 AM എന്താണ്? നമ്മുടെ ഈ പറയുന്ന വ്യക്തി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. ഓൺ January 7th. എന്നാണ്? January 7th. ആൻഡ് റീച്ച്ഡ് ഹൈദരാബാദ് അറ്റ് 3 PM. 3 മണി PM ജനുവരി 8 എത്തിയത്. എത്ര മണിക്കൂറുള്ള യാത്രയായിരുന്നു? 8 AM മുതൽ ജനുവരി 7 8 AM മുതൽ ജനുവരി 8 8 AM വരെ എത്ര മണിക്കൂറുണ്ടാവും? 8 AM വരെ, ജനുവരി 8 വരെ. യെസ്, 24 മണിക്കൂറുണ്ടല്ലേ. അപ്പോൾ ഇനി 8 AM മുതൽ 3 AM വരെ, പിന്നീടുള്ള 8 AM മുതൽ 3 AM വരെ എത്ര മണിക്കൂറുണ്ട്? അപ്പോൾ അതറിയാനായിട്ട് 8 മണി മുതൽ 3 മണി വരെയല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ വരച്ച് നോക്കണം. 9 മണി, 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. അപ്പോൾ 24 അവർ പ്ലസ് 7 അവർ. 24 അവർ പ്ലസ് 7 അവർ എന്ന് പറയുന്നത് 24 + 7 31 ഹവറാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ വരച്ച് നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയാണെങ്കിലും 10 മണി മുതൽ 4 മണി വരെ എങ്ങനെയെന്നുണ്ട്?
11, 12, 1 മണി, 2 മണി, 3 മണി, 4 മണി. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മുടെ തെറ്റൂല കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഓഫീസ് വർക്ക്സ് ഫ്രം 9 AM to 5 PM. ഓക്കെ, അപ്പോൾ 9 AM മുതൽ 5 PM വരെ എത്ര മണിക്കൂറുണ്ട് നമുക്ക് നോക്കാം. 10, 11, 12, 1 മണി, 2 മണി, 3 മണി, 4 മണി, 5 മണി. എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 മണിക്കൂറുണ്ട്. ഓക്കെ, വൺ ഓഫ് ദ എംപ്ലോയീസ് വെൻറ്റ് ഔട്ട് ഫ്രം 11 AM to 1:30 PM. 11 AM to 1:30 PM വരെ എത്ര സമയമുണ്ട്? 12, 1 മണി, പിന്നെ ഒരു 30 മിനിറ്റ്സും കൂടി, അതായത് 2.5 മണിക്കൂറുണ്ടല്ലേ. ഹൗ ലോങ് വാസ് ദ പേഴ്സൺ ഇൻ ദ ഓഫീസ്? എത്ര മണിക്കൂർ ആ പേഴ്സൺ ഓഫീസിൽ ഇരുന്നു? എന്ത് ചെയ്താൽ മതി? ഈ 8 അവറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 2.5 അവർ കുറയ്ക്കണം അല്ലേ. അപ്പോൾ 8 അവറിൽ നിന്ന് 2 അവർ പോകുമ്പോൾ എത്ര അവർ കിട്ടും? 6 അവർ. അതിൽ നിന്നൊരു അരമണിക്കൂർ കളയുമ്പോൾ ബാലൻസ് എന്തുണ്ട്? 5.5 മണിക്കൂർ. ഓക്കെ ആണോ? ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കാര്യമാണ് 24 hour ക്ലോക്ക്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്താണ് 24 മണിക്കൂറുള്ള ക്ലോക്കാണ്. ഓക്കെ, നമ്മുടെ വീടുകളിലേക്കോ 12 മണിക്കൂറുള്ള ക്ലോക്കായല്ലേ. അപ്പോൾ ഈ 24 അവർ ക്ലോക്കിൽ 23.5 എന്ന് പറയുന്നത് 12 അവർ ക്ലോക്കിൽ എന്തോരമാണെന്ന് അറിയാനായിട്ടേ നിങ്ങൾ 23.5-ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 12 കുറച്ചാൽ മതി. 12 കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? 11.5. നമ്മൾ 12 കുറച്ചില്ലേ? കുറച്ചപ്പോൾ ഇവിടെ PM വരും. ഓക്കെ, കുറയ്ക്കുവാണെങ്കിൽ PM. ഇനി 8 മണി 24 അവർ ക്ലോക്കിൽ 8. അപ്പോൾ നമ്മുടെ 12 അവർ ക്ലോക്കിൽ എന്ത് തന്നെയായിരിക്കും? 8 തന്നെ. നമ്മൾ എന്തെങ്കിലും കുറച്ചോ? ഇല്ല, കുറയ്ക്കാത്തതുകൊണ്ട് ഇവിടെ എന്ത് വരും? AM. ഓക്കെ ആണോ? ഇനി 1:30 PM. 24 അവർ ക്ലോക്കിൻ്റെ സമയം കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ കിട്ടാനായിട്ട് നമ്മൾ പ്ലസ് ചെയ്യണം. 1:30 + 12. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 13.5. 13.5. ഓക്കെ ആണോ? 12 അവർ ക്ലോക്കിലെ സമയം കിട്ടാൻ മൈനസ് ചെയ്യണം. 24 അവർ ക്ലോക്കിലെ സമയം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇനി 16, 25 എന്ന് പറയുന്നത് എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 12 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 4, 25. കുറച്ച് സ്ഥിതിക്ക് നമ്മൾ എന്ത് എഴുതണം? കുറയ്ക്കുമ്പോൾ നമ്മൾ PM എന്ന് എഴുതണം. ഓക്കെ, ഇനി 10 AM എന്ന് പറയുന്നത് എന്താണ്? 10 AM തന്നെയാണല്ലേ. ഓക്കെ, കാരണം 10 മണി നമ്മുടെ 24 അവർ ക്ലോക്കിലും 10 തന്നെയായിരിക്കും. ഓക്കെ, ഇനി 12 മണി എന്ന് പറയുന്നത് നമ്മുടെ 12 അവർ ക്ലോക്കിൽ 12 PM ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ 12 AM എന്ന് പറയുന്നത് നമ്മുടെ 24 അവർ ക്ലോക്കിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം കേട്ടോ. 12 PM എന്ന് പറയുന്നത് 12 അവർ ക്ലോക്കിൽ എന്താണ്? 12. ഓക്കെ ആണോ? ഇനി 12 AM എന്ന് പറയുന്നത് 24 അവർ ക്ലോക്കിൽ എന്താണ്? ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതായത് രാത്രി 12 മണി ആയെന്നാണ് അർത്ഥം. ഓക്കെ ആണോ? ഇനി കുറച്ച് കാര്യങ്ങളോട് കൂടി നമ്മുടെ ചാപ്റ്റർ തീരുവാണ്. അതായത് ഒരു വർഷം എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ഉണ്ട്. അതായത് 52 വീക്സും ഒരു ഡേയും. പക്ഷേ ലീപ്പ് ഇയർ, അതായത് എന്താണ്? ലീപ്പ് ഇയറിൽ അതായത് 4 വർഷം കൂടുമ്പോൾ എത്ര ഡേയ്സ് ആകും? 366 ഡേയ്സ് ആകും. ഓക്കെ, 366 ഡേയ്സ് ആകുമ്പോൾ എത്ര വീക്സ് കാണും? 52 വീക്സും
2 ഡേയ്സും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരു കലണ്ടർ തന്നേക്കണം. ഓക്കെ, ഇത് 2023 കലണ്ടറാണ്, ജനുവരിയിലെയും ഡിസംബറിലെയും. ഈ 2023 ജനുവരിയുടെ കലണ്ടർ, 2023 ഡിസംബറിലെ കലണ്ടർ. ഇത് ലീപ്പ് ഇയർ ആണെന്ന് അറിയാനായിട്ട് ഒരു വഴിയുണ്ട്. ഈ ജനുവരി 1 എന്നാന്ന് നോക്കിക്കേ, ഞായറാഴ്ചയാലേ. ഡിസംബർ അവസാനിക്കുന്ന തീയതി ഏതാ? 30 അല്ലേ? 30 എന്ന് പറയുന്നത് ഞായറാഴ്ചയാണോ? അല്ല, ശനിയാഴ്ചയാലേ. അപ്പോൾ എന്താണ് 2023 എന്ന് പറയുന്നത്, 30 അല്ലല്ലോ, 31 തീരുന്നത്. 31 തീരുന്നത് എന്താണ്? ഞായറാഴ്ച. അതും ഞായറാഴ്ച. ഒരു വർഷം തുടങ്ങുന്നതും ആ വർഷം അവസാനിക്കുന്നതും സെയിം ദിവസമാണെങ്കിൽ അതെന്താണ്? നോട്ട് എ ലീപ്പ് ഇയർ. ആ വർഷം ലീപ്പ് ഇയർ അല്ല, നോട്ട് എ ലീപ്പ് ഇയർ. ഇനി 2024 നമുക്കൊന്ന് നോക്കാം. 2024 തുടങ്ങുന്ന ദിവസം എന്നാ? തിങ്കളാഴ്ചയാണ്. 2024 അവസാനിക്കുന്ന ദിവസം ചൊവ്വാഴ്ച. രണ്ടും വേറെ വേറെ ദിവസങ്ങളാണ്. അപ്പോൾ അതെന്താണ്? അതൊരു ലീപ്പ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കലണ്ടർ തന്നിട്ട് ലീപ്പ് ഇയർ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ തീർന്നു. നമുക്ക് നെക്സ്റ്റ് ദിവസം പുതിയ ചാപ്റ്ററായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.